ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പാസ്പോർട്ട് നിയമത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുകയാണ്. ഇനി 2023 ഒക്ടോബറിന് ശേഷം ജനിച്ച ഏതൊരു കുഞ്ഞിനും പാസ്പോർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നൽകണം. ജനന സർട്ടിഫിക്കറ്റ് ഓതറൈസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ വാങ്ങി സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പാസ്പോർട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 2023 ഒക്ടോബർ 1 മുൻപ് ജനിച്ചവർക്ക് സാധാരണ മുൻപത്തെ പോലെ തന്നെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് പോലുള്ള ഡീറ്റെയിൽസ് നൽകി പാസ്പോർട്ട് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്ന് വ്യക്തിയുടെ താമസ അഡ്രസ് നീക്കം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരം മറ്റുള്ളവരിലേക്ക് ചോർന്നു പോകുന്നത് നിർത്താൻ വേണ്ടിയാണ് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. അതുപോലെ പാസ്പോർട്ടിൽ ഇനി മുതൽ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം ബാർകോഡിനകത്തായിരിക്കും. പാസ്പോർട്ടിൽ ഇനി മുതൽ ഒരു ബാർകോഡ് കൂടി ഉണ്ടാവും. ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ അഡ്രസ് ഡീറ്റെയിൽസ് കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇമിഗ്രേഷന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. അടുത്ത വാർത്ത, മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ഗുണഭോക്താക്കളിൽ നിന്ന് 5 ലക്ഷം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം റേഷൻ മുടങ്ങും. കാരണം നിലവിൽ ഇതുവരെ 5 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് റേഷൻ കാർഡിന്റെ EKYC ഇനിയും പൂർത്തിയാക്കാതെ ഉള്ളത്. റേഷൻ കാർഡിന്റെ EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന മാസങ്ങളിൽ യഥാർത്ഥ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി EKYC പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം എണ്ണാനുസരണം കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും EKYC പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും എണ്ണത്തിനനുസരിച്ചിട്ടുള്ള അരിയാണ് നിങ്ങൾക്ക് റേഷൻ കാർഡിലൂടെ നൽകുന്നത്. നിങ്ങളുടെ EKYC പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കായി അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും EKYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അടുത്ത മാസത്തെ റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക. അടുത്ത വാർത്ത, സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിദ്യാ സമുന്നതി പദ്ധതിയിലേക്ക് സ്കോളർഷിപ്പ് ക്ഷണിക്കുന്നു. 50,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനായി www.kswfc.org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 2,500 രൂപയും, +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4,000 രൂപയും, അതിനു മുകളിലുള്ള ഡിഗ്രി പോലുള്ള വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് 6,000 മുതൽ 8,000 വരെയും, അതിന് മുകളിലേക്കുള്ള PG പോലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 16,000 രൂപ വരെയും ധനസഹായം ലഭിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ വരെയും സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. എല്ലാവർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു നല്ല സ്കോളർഷിപ്പ് പദ്ധതിയാണ്. ഒരുപാട് പേര് ഇതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അറിഞ്ഞ മുറയ്ക്ക് തന്നെ ഉടനെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളും സ്കോളർഷിപ്പ് നേടിയെടുക്കുക. അടുത്ത വാർത്ത, ഇന്ന് ഗോൾഡ് റേറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില സ്വർണത്തിന് 9,070 രൂപയാണ്. ഒരു പവന് 72,560 രൂപ വ്യത്യാസമൊന്നുമില്ലാതെ തുടരുകയാണ്. 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 7,421 രൂപയാണ്. ഒരു പവന് 59,368 മാറ്റമില്ലാതെ തുടരുകയാണ്. അടുത്ത വാർത്ത, മംഗല്യ എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് 25,000 രൂപ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ നടത്തി വരുന്നുണ്ട്. ഇത് വിവാഹിതരായ പെണ്ണുങ്ങൾക്ക് പുനർവിവാഹം നടത്തുന്നതിനു വേണ്ടി സർക്കാർ നൽകുന്ന ധനസഹായമാണ്. 25,000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത്. ഇതിനായി നിങ്ങൾക്ക് ICDS ഓഫീസ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങളുടെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയതാണ് എന്നുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതാണ്. രേഖകൾ യഥാക്രമം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. താങ്ക്